തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ണൂർ ചെങ്ങളായിൽ തൊഴിലാളികൾക്ക് കിട്ടിയത് സ്വർണ്ണനിധി. റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മാണത്തിനിടെയാണ് ഏറെ പഴക്കം തോന്നിക്കുന്ന നിധികുംഭം കണ്ടെത്തിയത്. അവര് രാവിലെ മഴക്കുഴി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മഴക്കുഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത്. പക്ഷെ അവർ കിട്ടിയപ്പോൾ അതെന്തോ സാധനമാണെന്ന് ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് അങ്ങ് ഇട്ടു. പിന്നെ അവരെ ശ്രദ്ധിച്ചതേ ഇല്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയാകുമ്പോൾ അവർ കുട കാണാഞ്ഞിട്ട് പരതുന്ന സമയത്തായിരുന്നു ആ കുടത്തിൻ്റെ അടുത്ത് പോയി അത് എടുത്തത്. അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ ഇവർ പറഞ്ഞു നമുക്കതൊന്ന് ആ സംഭവം ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ്. പൊട്ടിച്ച് നോക്കിയപ്പോൾ മണ്ണ് പെരങ്ങിയിട്ടേഞ്ഞുള്ളത്. അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അവർ സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് അവർക്കൊന്നും പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അതും പഞ്ചായത്തിലേക്ക് വിവരം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അതിനെപ്പറ്റി ആലോചിച്ച് പ്രസിഡന്റുമായി ആലോചിച്ച് തീരുമാനിച്ച് അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അത് നമുക്ക് എന്തായാലും പോലീസിലേക്ക് അറിയിക്കണം. അപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയും അതിൻ്റെ തുടർ നടപടിയായി പോലീസ് അവർ ശ്രീകാര്യം പോലീസിന് അവർ വരികയും അത് കൊണ്ടുപോകും അവർ പുനഃപരിശോധനക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിലേക്ക് മാറ്റിയ നിധിയിൽ പുരാവസ്തു വകുപ്പ് അന്വേഷണം തുടങ്ങി. മുക്കാലടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് നിധികുംഭം പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യം ബോംബാണെന്ന് കരുതി, പിന്നെ ധൈര്യം സംഭരിച്ച് പൊട്ടിച്ചു നോക്കി. അകത്തെ കാഴ്ച കണ്ട് തൊഴിലാളികൾ ഞെട്ടി. നിരവധി വെള്ളി നാണയങ്ങളും സ്വർണ്ണപ്പതക്കങ്ങളും സ്വർണ്ണമുത്തുകളും ലോക്കറ്റുകളും. വീട്ടിൽ കൊണ്ടുപോയ തൊഴിലാളി സുലോചന കൂടോത്രമെന്ന് കരുതി പേടിച്ച് അകത്ത് കയറ്റിയില്ല. പിന്നെയാണ് പോലീസിൽ അറിയിക്കുന്നത്. അതിനിടെ ഇന്ന് രാവിലെ വീണ്ടും സ്ഥലത്ത് നിന്ന് 5 വെള്ളി നാണയങ്ങളും 2 സ്വർണ്ണമുത്തുകളും കണ്ടെത്തി. 18-ാം നൂറ്റാണ്ടിലെ ആഭരണങ്ങളാണിതെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. 100 വർഷമായി കൈവശമിരിക്കുന്ന സ്ഥലമാണെന്നാണ് ഉടമ പറയുന്നത്. നിധിയെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല. നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.